അങ്ങനെയാണെങ്കിൽ ആ അതിജീവിതയ്ക്കും നീതി കിട്ടണ്ടേ? മുകേഷിന്റെ ആദ്യ ഭാര്യ സരിത പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും പിന്നെ നമ്മുടെ ചാനലുകളിൽ ഇപ്പോഴും നമുക്ക് എടുത്തു നോക്കിയാൽ കാണാം. അങ്ങനെയാണെങ്കിൽ സരിതയും അതിജീവിതയല്ലേ? ഒരു കാര്യം മുഖ്യമന്ത്രിയോടാണ് ചോദിക്കാനുള്ളത്. കുറ്റാരോപിതൻ മാത്രമായ രാഹുൽ മാങ്കൂട്ടത്തെ കൊടും കുറ്റവാളി എന്നോണം ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും നിങ്ങൾക്ക് എന്താണ് അവകാശം? ഏത് കോടതിയാണ് രാഹുലിനെതിരെ വിധി പറഞ്ഞിരിക്കുന്നത്? വിചാരണ നടക്കുന്നതിന് മുമ്പേ തന്നെ ഒരാളെ കുറ്റക്കാരനായി മുദ്ര കുത്തുന്നത് ഇത് നിയമക്രമത്തിനും നീതിന്യായ വ്യവസ്ഥക്കും നേരെയുള്ള വെല്ലുവിളിയാണ്. അതേസമയം നിങ്ങളുടെ തന്നെ പാർട്ടിയിൽ എത്ര പേരെയാണ് ഇന്ന് കുറ്റാരോപിതരായി കേസുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ബലാത്സംഗം മുതൽ സാമ്പത്തിക തട്ടിപ്പ് വരെ, അമ്പലക്കൊള്ള വരെ, പട്ടിക പറഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും. അവരെക്കുറിച്ച് ഒരു വാക്കുപോലും പറയാൻ ധൈര്യമില്ലാത്തവർ രാഹുലിനെതിരെ മാത്രം എന്തുകൊണ്ടാണ് ആക്ഷേപം നടത്തുന്നത്? ഇത് രാഷ്ട്രീയ പ്രതികാരമാണ്. രാഹുൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കാണിക്കുന്നത് നിയമം നിങ്ങൾക്കൊരു ആയുധമാണ്. നീതി പറയേണ്ട കോടതിയും പറയുന്നതിന് മുമ്പേ, അന്വേഷണത്തിന് മുമ്പേ കുറ്റവാളിയെ പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതവും തെരഞ്ഞെടുപ്പ് നേട്ടത്തിനും വേണ്ടിയാണ്. കോടതി കുറ്റവാളിയാണെന്ന് ശിക്ഷ വിധിച്ച വിധി പോലും നിങ്ങൾ അംഗീകരിക്കാതെ കോടതിയെ തള്ളിപ്പറഞ്ഞത് വിസ്മരിക്കാൻ കഴിയില്ല. വിശദമായ ചർച്ച കേൾക്കാം. കേരളത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നമ്മളാരും അറിഞ്ഞിട്ടില്ല. സുപ്രീം ജഡ്ജിയുടെ അല്ലെങ്കിൽ കോടതിയുടെ, അവിടുത്തെ പ്രാഡ്വി വാഹൻ എന്ന് പറയുന്ന ജഡ്ജിയുടെ അധികാരം പിണറായി വിജയന് ആരെങ്കിലും തീരെഴുതി കൊടുത്തിട്ടുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ രതിവൈകൃതം ഉള്ളയാളാണ് എന്ന് മുഖ്യമന്ത്രി എങ്ങനെ വിധിച്ചു? ഇറ്റ്സ് എ ജഡ്ജ്മെൻറ്റ്. ഇത് കോടതി നടത്തേണ്ട കാര്യമാണ്. മുഖ്യമന്ത്രിക്ക് നമ്മുടെ ഭരണഘടന ആ അധികാരം നൽകുന്നുണ്ടോ? ഞാൻ വായിച്ച ഭരണഘടനയിൽ അങ്ങനൊരു അവകാശം മുഖ്യമന്ത്രിക്കില്ല. ഈ കാര്യത്തിൽ വാദിഭാഗത്തിൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും വാദങ്ങൾ വക്കീലിൻ്റെയോ അല്ലാതെയോ സഹായത്തോടു കൂടി കേട്ടിട്ട് അതിലാണ് കോടതി തീർപ്പ് കൽപ്പിക്കുന്നത്. രണ്ടു ഭാഗങ്ങളും ശരിയായിട്ട് പഠിച്ചിട്ട്. എന്നിരിക്കെ ഒരാളെ കുറ്റവാളിയായിട്ട് അങ്ങ് തീർപ്പ് കൽപ്പിക്കാൻ, അതും പബ്ലിക് ഡൊമൈനിൽ പത്രക്കാരോട് നേരിട്ട് ലൈവായിട്ട് ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ആരാണ് അധികാരം നൽകിയത്? ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചോദ്യത്തിന് വിധേയമായിരിക്കുന്നു. അതുപോട്ടെ, അതിലേക്ക് പിന്നെ പോകാം നമുക്ക്. പക്ഷേ ഇത് പറയാൻ, വിധിക്കാൻ ഇദ്ദേഹം ആരാണ്? അവരുടെ പത്മകുമാറിനെ പോലെ, അവരുടെ എൻ വാസുവിനെ പോലെ, അവരുടെ എം മുകേഷിനെ പോലെ കേവലം ഒരു കുറ്റ ആരോപിതൻ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തെ കുറിച്ച് പെൺകുട്ടികൾ പോലും പറഞ്ഞിട്ടില്ല അദ്ദേഹം രതിവൈകൃതത്തിൻ്റെ ആളാണെന്ന്. അദ്ദേഹം ഒരു ലൈംഗിക വേട്ടക്കാരൻ എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അത് എപ്പോഴാണ് കൂട്ടത്തോടെ ഈ വാക്കുകളുടെ ഒരു വിക്ഷേപണം ഉണ്ടായിട്ടുള്ളത്? തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന സന്ദർഭത്തിൽ. വാസ്തവത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന സന്ദർഭത്തിൽ ഈ പെൺകുട്ടികളെ ഒരു ചട്ടുകങ്ങളായിട്ട് ഉപയോഗിക്കുകയാണോ എന്നുള്ള സംശയമാണ് ഗ്രേസി എന്ന് പറയുന്ന മഹതിയായിട്ടുള്ള എഴുത്തുകാരി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ചട്ടുകങ്ങളായി സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ തുടരാനായിരിക്കുന്ന രാഷ്ട്രീയ വൃന്ദം ആണ് രാഹുൽ മാങ്കൂട്ടത്തിലിനേക്കാൾ നമുക്ക് നാണക്കേടായിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രഥമ അംഗത്വത്തിൽ നിന്ന് പോലും അവരുടെ പാർട്ടി പുറത്താക്കി കഴിഞ്ഞു. മുഖ്യമന്ത്രി ആരും പുറത്താക്കിയിട്ടില്ല. മുഖ്യമന്ത്രി ഇരുന്ന് വിധി കൽപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് ആരാണ് ആ അവകാശം കൊടുത്തത്? CPM കൊടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ കൊടുത്തിട്ടില്ല, നമ്മുടെ ഭരണഘടന കൊടുത്തിട്ടില്ല, ഈ നാടിൻ്റെ ജനാധിപത്യം കൊടുത്തിട്ടില്ല. മുകേഷിന്റെ ആദ്യ ഭാര്യ സരിത പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും പിന്നെ നമ്മുടെ ചാനലുകളിൽ ഇപ്പോഴും നമുക്ക് എടുത്തു നോക്കിയാൽ കാണാം. അങ്ങനെയാണെങ്കിൽ സരിതയും അതിജീവിതയല്ലേ? സരിത ഒരുപടി കൂടി കടന്ന് അടുക്കളയിലിട്ട് പുറത്ത് തൊഴിച്ചവരെ തറയിൽ അടുക്കളയുടെ നിലത്ത് ചവിട്ടിയിട്ടു എന്നാണ്, തൊഴിച്ചിട്ടു എന്നാണ് പറയുന്നത്. അവിടെ ഇട്ട് ചവിട്ടിയെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗണേഷ് കുമാറിന് അധികാരത്തിലിരിക്കാൻ യോഗ്യതയില്ലല്ലോ സാർ. യാമിനി തങ്കച്ചി, ഗണേഷ് കുമാറിന്റെ ആദ്യ ഭാര്യ യാമിനി തങ്കച്ചി, അവരും പറഞ്ഞ തുറന്നു പറച്ചിലുകൾ ഇപ്പോഴും ചാനലുകളിലുണ്ട്. അതും അതിജീവിതയല്ലേ സാർ? സരിതാ നായരുമായിട്ട് ബന്ധം, ആ ബന്ധം
കുടുംബ ബന്ധങ്ങൾ വഷളാതിരിക്കാൻ വേണ്ടി ചർച്ച നടത്താൻ വേണ്ടിയാണ് ഉമ്മൻചാണ്ടി സരിതാ നായരെ കണ്ടത്. അതിൻ്റെ പേരിലാണ് 14 മണിക്കൂർ മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടി ചോദ്യം ചെയ്യപ്പെട്ടത്. ഇനിയും ഞാനൊരു കാര്യം കൂടി പറയാം. അവിടെ വനം വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ, ഇപ്പോഴും മന്ത്രിയായി വിലസുന്ന മന്ത്രി ഉണ്ടല്ലോ, AK ശശീന്ദ്രൻ. അദ്ദേഹം ഒരു പെൺകുട്ടിയോട്, തൻ്റെ മകളാവാൻ പോലും പ്രായമില്ലാത്ത ആ പെൺകുട്ടിയോട് പറഞ്ഞ ഡയലോഗുകൾ കേരളം കേട്ട് ഞെട്ടിയതാണ്. AK ശശീന്ദ്രൻ ഇന്നുവരെ നിഷേധിച്ചിട്ടില്ല അത് തൻ്റെ ശബ്ദമല്ലെന്ന്, പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ് ഇത് അസ്വാഭാവികമാണെന്ന് മാത്രമാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് അസ്വാഭാവികം എന്നുള്ള വാക്ക് മാത്രമാണ് ഉപയോഗിച്ചത്. കേരളത്തിന് ഓർമ്മയുണ്ട്, നിങ്ങളെ മെയ് വഴക്കങ്ങളിലൂടെ അസാമാന്യമായ തന്ത്രങ്ങളിലൂടെ ശശിമാരെ രക്ഷിക്കുന്നുണ്ട്, പി ശശിയെ രക്ഷിക്കുന്നുണ്ട്, PK ശശിയെ രക്ഷിക്കുന്നുണ്ട്, മുകേഷിനെ രക്ഷിക്കുന്നുണ്ട്, അങ്ങനെ പലരെയും നിങ്ങളുടെ പാർട്ടി രക്ഷിക്കുന്നുണ്ട്. കൊലയാളികളെ വരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, നിങ്ങളുടെ MLA മാരും MP മാരും ഒക്കെ. അപ്പോൾ അതൊന്നും കുറ്റമല്ല, ഇതാണ് കുറ്റം. തെളിയിക്കപ്പെടാത്ത ഒരു കാര്യത്തിൽ സ്വയം പറയുകയാണ് ലൈംഗിക വൈകൃതമുള്ളവൻ. അദ്ദേഹം കല്യാണം കഴിക്കാത്ത ഒരു ബാച്ചലറായിട്ടുള്ള യുവാവാണ്. നിങ്ങൾക്ക് എന്താണ് ഇത് പറയാൻ അധികാരം? മുഖ്യമന്ത്രിക്കാണോ അധികാരം? മുഖ്യമന്ത്രി മക്കളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പോലീസിനെ വിട്ട് അയാളെ പിടിക്കുക. അതിൽ നിങ്ങൾ പരാജയപ്പെട്ടു, എന്നിട്ട് നിങ്ങൾ വിധി കൽപ്പിക്കുക. ഇത് പോലീസ് ആദ്യം പിടിച്ച ശേഷം വിചാരണ ചെയ്ത് വരേണ്ടതാണ് വിധി. അപ്പൊ മുൻവിധി അങ്ങ് നടത്തുക. കോടതി വിധിക്കട്ടെ, രാഹുൽ മാങ്കുട്ട കുറ്റക്കാരനാണോ ആണെന്ന് വിധിക്കട്ടെ. കോടതി വിധിക്കട്ടെ, കോടതി പറയട്ടെ. കോടതി പറയുമ്പോഴാണ് അയാൾ കുറ്റക്കാരനാവുന്നത്. ഇപ്പോൾ കുറ്റാരോപിതൻ മാത്രമാണ്. ഗോവിന്ദൻ മാഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അയാൾ കുറ്റാരോപിതൻ മാത്രമാണ്. പക്ഷേ വിധി പറഞ്ഞ് കുറ്റക്കാരനെന്ന് പറഞ്ഞിട്ട് ശിക്ഷിക്കാൻ കൊണ്ടുപോകുന്ന ആളുകൾക്ക് മുമ്പിൽ കോടതിയെ ധിക്കരിച്ചുകൊണ്ട്, നമ്മുടെ ജനാധിപത്യത്തെ, നമ്മുടെ ശിക്ഷാ നിയമത്തെ ധിക്കരിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന MP മാരും മുൻ മന്ത്രിമാരും ഒക്കെ ഉള്ളത് CPM-ലാണ്, CPM-ൽ മാത്രമാണ്.